ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യദുവംശ ശാപം. കുട്ടികളെ, നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണൻ്റെ വംശമായ യദുവംശത്തിൻ്റെ ശാപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ സർവ്വ ഐശ്വര്യങ്ങളോടുകൂടെ ദ്വാരകയെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആളുകൾക്ക് യാതൊരു വിഷമവും ഇല്ലാതെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയായിരുന്നു. എന്നാൽ സൗകര്യങ്ങളും സുഖങ്ങളും കൂടിയപ്പോൾ യാദവന്മാരെല്ലാം ഭയങ്കര അഹങ്കാരികളും മദ്യപാനാസക്തന്മാരുമായി തീർന്നു. കൃഷ്ണപുത്രന്മാർ പോലും ധർമ്മനീതികളിൽ നിന്നും വ്യതിചരിച്ച് ജീവിക്കാൻ തുടങ്ങി. അക്രമങ്ങളും അധർമ്മങ്ങളും ദ്വാരയിൽ ഉടനീളം നടന്നുകൊണ്ടിരുന്നു. യാദവന്മാരുടെ എണ്ണവും ധാരാളം വർദ്ധിച്ചു. തൻ്റെ വംശത്തിൻ്റെ ദയനീയമായ അധപ്പതനം കണ്ട് ഭഗവാന് വളരെ വിഷമമുണ്ടായി. അതുകൊണ്ട് ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കാൻ തൻ്റെ വംശത്തെയും നശിപ്പിക്കണം. എനിക്ക് പുത്രന്മാരെന്നോ മിത്രങ്ങളെന്നോ ഒരു ബന്ധവുമില്ല. തനിക്ക് പോകേണ്ട സമയവുമായി. സമുദ്രത്തിൽ നിന്ന് വിശ്വകർമാവിൻ്റെ അത്ഭുത സൃഷ്ടിയാൽ ഉണ്ടാക്കിയ ദ്വാരകയുടെ ആയുസ് 8 കാലമേ ഉള്ളൂ. എൻ്റെ മൂലകാരണമായ വിഷ്ണുവിൽ ഞാൻ ലയിക്കുന്നതോടൊപ്പം ഈ ദ്വാരകയും നശിക്കണം. അതിനുവേണ്ടി ഭഗവാൻ ഒരു വഴി കണ്ടുപിടിച്ചു. ഒരു ദിവസം കശ്യപൻ, ഭൃഗു, ഭരദ്വാജൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, കഞ്ചൻ എന്നീ മുനിമാരിൽ വൈകുണ്ഠം സന്ദർശിക്കണമെന്ന മോഹം ഭഗവാൻ ഉണ്ടാക്കി. അങ്ങനെ അവരെല്ലാവരും വൈകുണ്ഠം സന്ദർശിക്കണമെന്ന് പറഞ്ഞ് വന്നു. ഭൂലോക വൈകുണ്ഠമാണ് ദ്വാരകയെന്ന് അവരുടെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിച്ചു. അങ്ങനെ അവരെല്ലാവരും ഭഗവാനെ ദർശിക്കാനായിട്ട് അപ്രതീക്ഷിതമായി ഒരിടത്തെത്തി. പിന്നീട് അവർ ദ്വാരകയിൽ വന്നു. അപ്പോൾ യാദവ കുട്ടികളെല്ലാം സന്യാസിമാരെ കണ്ട് അവരെ ഒന്ന് കളിയാക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ കൃഷ്ണപുത്രനായ സാമ്പനെ ഒരു പെണ്ണിൻ്റെ വേഷമണിയിച്ച് തുണി കെട്ടിവെച്ച് ഗർഭിണിയുടെ വേഷത്തിൽ നിർത്തി. ബലരാമൻ്റെ അനുജനായ സരണനാണ് ഇതിന് നേതൃത്വം നൽകിയത്. എന്നിട്ട്, ഹേ മഹർഷിമാരെ, നിങ്ങൾ ത്രികാലജ്ഞാനികളാണല്ലോ, ഇവൾ പ്രസവിക്കുന്നതാണോ പെണ്ണോ എന്ന് പറയാമോ എന്ന് ചോദിച്ചു. മഹർഷിമാർക്ക് ദേഷ്യം വന്നു. ഇവൾ ഉടനെ ഒരു ഇരുമ്പുലക്കയെ പ്രസവിക്കും, അതുമൂലം നിങ്ങളുടെ യദുവംശം നശിക്കുമെന്നും മഹർഷിമാർ ശപിച്ചു. ഇത് കേട്ട കുട്ടികൾ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സാമ്പന് വയറ്റുവേദന അനുഭവപ്പെടുകയും ഒരു ഉലക്കയെ പ്രസവിക്കുകയും ചെയ്തു. ഇതേ സമയം മഹർഷിമാർ ഭഗവാനെ ചെന്ന് കണ്ട് തൊഴുതു വണങ്ങി അനുഗ്രഹങ്ങളും വാങ്ങി തിരിച്ചു പോകാൻ ഭാവിച്ചപ്പോൾ ശാപത്തെക്കുറിച്ച് ഭഗവാനോട് പറഞ്ഞു. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഭഗവാൻ ചിരിച്ചുകൊണ്ട് മുനിമാരോട് മറുപടിയും നൽകി. മഹർഷിമാർ പോയി. യാദവന്മാർ ഓടി വന്ന് കൃഷ്ണനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഉഗ്രസേന മഹാരാജാവിനോട് പറയാൻ ഭഗവാൻ പറഞ്ഞു. യാദവന്മാരെല്ലാവരും കൂടി രാജാവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉലക്ക രാഗി പൊടിയാക്കി കടലിൽ ഒഴുക്കാൻ പറഞ്ഞു. കൽപ്പന പ്രകാരം അവർ ഉലക്ക രാഗി സമുദ്രത്തിലേക്ക് എറിഞ്ഞു. ഇതിൽ ഒരു ചെറിയ കഷ്ണം ഒരു മത്സ്യം കൊത്തി വിഴുങ്ങി. ആ മത്സ്യം ഒരു മുക്കുവൻ്റെ വലയിൽ കുടുങ്ങി. മുക്കുവൻ ആ മീനെ വിറ്റത് ഒരു ജരൻ എന്ന ഒരു വേടനായിരുന്നു. വേടൻ പാകം ചെയ്യാനായി മത്സ്യത്തെ കീറിയപ്പോൾ വയറ്റിനകത്ത് കിടന്ന ഇരുമ്പ് കഷ്ണം കണ്ട് അതെടുത്ത് അയാൾ ഒരു മുനയുണ്ടാക്കി അസ്ത്രത്തിൽ പിടിപ്പിച്ചു. കടലിൽ കലക്കിയ പൊടികളെല്ലാം കരക്കടിഞ്ഞ് മൂർച്ചയുള്ള ഏരക പുല്ലുകളായി കടൽത്തീരം മുഴുവൻ പടർന്നു പിടിച്ച് തഴച്ച് വളർന്നു. ആ ഇടയ്ക്ക് ഒരു ദിവസം നാരദർ ഭഗവാനെ കാണാൻ ദ്വാരകയിലെത്തി. അപ്പോൾ ഭഗവാന്റെ സ്വർഗാരോഹണ സമയം അടുത്ത് വരുന്നെന്ന് മനസ്സിലാക്കിയ മുനി വസുദേവരെ ചെന്ന് കണ്ട് പല ആധ്യാത്മിക തത്വോപദേശങ്ങൾ നൽകി. കൃഷ്ണൻ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നുള്ള കാര്യവും വസുദേവരോട് പറഞ്ഞു. ഭഗവാന്റെ സ്വർഗാരോഹണം അടുത്തെന്നറിഞ്ഞ ദേവന്മാർ, ഗന്ധർവന്മാർ തുടങ്ങിയവരെല്ലാം സദാ ആകാശവീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ദ്വാരയിൽ പല ദുർനിമിത്തങ്ങളും അടിക്കടി കാണപ്പെട്ടു. ഭഗവാൻ ബലരാമൻ്റെ അടുത്ത് ചെന്ന് ദുർനിമിത്തങ്ങളെക്കുറിച്ച് പറഞ്ഞു. ദേവസഭയും പാരിജാതവും തനിയെ ആകാശത്തിലേക്ക് ഉയർന്നു. വാഹനമായ ഗരുഡനെ കാണാനില്ല. കൊടിക്കൂറകളുടെ നിറം മങ്ങി. പാഞ്ചജന്യത്തിൻ്റെ പ്രണവശബ്ദത്തോടൊപ്പം അപശബ്ദങ്ങൾ ഉണ്ടാകുന്നു. സദാ കൊള്ളിമീൻ മിന്നുന്നു തുടങ്ങിയവയെല്ലാം കാണിക്കുന്നത് ദ്വാരയ്ക്ക് എന്തോ ആപത്ത് വരാനാണെന്ന് ഭഗവാൻ പറഞ്ഞു.
അതുകൊണ്ട് എല്ലാവരും പ്രഭാസ തീർത്ഥത്തിൽ പോയി പുണ്യസ്നാനം ചെയ്ത് സങ്കല്പത്തിലെല്ലാ ശാപഫലങ്ങളും സമുദ്രത്തിൽ അർപ്പിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ബലരാമനും യാദവന്മാരും എല്ലാം പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയി. ആ സമയം ഉദ്ധവർ മാത്രം പോയില്ല. കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് യാദവന്മാരും ബലരാമനും പ്രഭാസ തീർത്ഥത്തിലെത്തി കർമ്മങ്ങളെല്ലാം നടത്തി. കുഞ്ഞുങ്ങളെ, യാദവന്മാരുടെ നാശത്തിൻ്റെ ശാപം കണ്ടല്ലോ. മഹാത്മാക്കളായ മുനിമാരെ കളിയാക്കിയത് കൊണ്ടുണ്ടായ ശാപമാണെങ്കിലും അതെല്ലാം ഭഗവാന്റെ ഇച്ഛയായിരുന്നെന്ന് മനസ്സിലായല്ലോ. എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ഇച്ഛയാലേ നടക്കുകയുള്ളൂ എന്നും മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കാൻ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തുന്നു. ഹരി ഓം തത്സത്.